ഷാർജ കോഴിക്കോട് വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ തിരിച്ചിറക്കി. പുലർച്ചെ 3:30 പുറപ്പെടാനൊരുങ്ങിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ടേക്ക് ഓഫിന് തൊട്ടു മുൻപ് സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഈ നടപടി. 170-ലധികം യാത്രക്കാർ ഷാർജ വിമാനത്താവളത്തിൽ കുടുങ്ങിപ്പോയി. സുരേഷ് വെള്ളിമുറ്റം നൽകും ആ വിവരങ്ങൾ. 170ഓളം യാത്രക്കാരാണ് ദുരിതത്തിലായിട്ടുള്ളത്. ഇന്നലെ UAE സമയം രാത്രി 2:30 പോകേണ്ടതായിരുന്നു വിമാനം. 2:30 വിമാനം റെഡിയായി റൺവേയിലേക്ക് ഇറങ്ങി അല്പസമയം കറങ്ങി. അതിനുശേഷം വിമാനം ടേക്ക് ഓഫ് ആകുന്നില്ല. പിന്നീടാണ് യാത്രക്കാർക്ക് അറിയിപ്പ് ലഭിക്കുന്നത് വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ട്, അതുകൊണ്ട് തിരിച്ച് പാർക്കിങ്ങിലേക്ക് തന്നെ പോകുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ 3:30 പാർക്കിങ്ങിൽ എത്തിയ ആളുകളെ എല്ലാവരെയും വിമാനത്തിൽ നിന്നും ഒഴിപ്പിക്കുന്നു, വിമാനത്താവളത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. കാരണം ചെക്ക് ഇൻ നടപടികളെല്ലാം കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്, ഇമിഗ്രേഷൻ നടപടികളെല്ലാം കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരെ വിമാനത്താവളത്തിന് പുറത്തേക്ക് അയക്കാനും കഴിയില്ല. സാങ്കേതിക തകരാറാണ്, ഉടൻ പരിഹരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ മണിക്കൂറുകൾ ഇത്രയായിരിക്കുന്നു. ഇന്നലെ അർദ്ധരാത്രി 2:30 പോകേണ്ട വിമാനം ഇന്ന് ഈ സമയം വരെ ഇവിടെ നിന്നും പുറപ്പെട്ടിട്ടില്ല. വിമാനത്തിലെ ഏതാണ്ട് 170 യാത്രക്കാർ, അതിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്. കോഴിക്കോട്ടേക്കുള്ള വിമാനമാണ് IX 356. അതിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നിന്നും മലപ്പുറം ജില്ലകളിൽ നിന്നും ഒക്കെയുള്ള യാത്രക്കാരുണ്ട്. എല്ലാവരും വലിയ ദുരിതത്തിലായിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എപ്പോഴാണ് വിമാനം പുറപ്പെടുക എന്ന് പറയാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഈ വിമാനം കോഴിക്കോട് എത്താത്തത് കൊണ്ട് തന്നെ അവിടെ നിന്നും ഇന്ന് ഇങ്ങോട്ട് വരേണ്ട വിമാന സർവീസിനെയും ഇത് ബാധിക്കും. ഏതാണ്ട് 170ഓളം യാത്രക്കാർ ഇപ്പോഴും ദുരിതത്തിൽ തന്നെ കഴിയുകയാണ്.